മീനു, ഇങ്ങനെ ഇരുന്നാ മതിയോ? പോണ്ടേ? മീനാക്ഷി, നമ്മൾ ഇനി എങ്ങോട്ടാ? കൊന്നാലും ഞാൻ വീട്ടിലേക്കില്ല. അവിടെ എന്നെ ആർക്കും വേണ്ട. എങ്ങോട്ട് പോവാനാ? നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഒറ്റ രാത്രി കൊണ്ട് നമ്മള് അനാഥരായ പോലെ. മറ്റാരും അനാഥരാക്കിയതല്ലോ, കയ്യിലിരിപ്പോണ്ട് സ്വയം ആയതല്ലേ. എന്നാ പിന്നെ ചാക്കോ പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന്. ആ, തൽക്കാലം ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. വാ, പറയാം. ഡോക്ടർ, ഹലോ. അയ്യോ, ഇത് ആരുടെ വീടാ? ഇത് എന്ത് വലിയ വീടാ! കണ്ടിട്ട് തന്നെ പേടിയാവണു അല്ലേ? ശരിക്കും ഒരു ഭാർഗവി നിലയം പോലെ. ഭാർഗവി നിലയമല്ല, അമ്മച്ചി വീട്. ആരുമില്ലേ? ഒന്നിന്റെ ഹുങ്കൊടിക്കാൻ പറ്റിയ ആളെ ഇവിടെ താമസിക്കുന്നത്. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ. ആരാ അവര്? ദ ഗ്രേറ്റ് സൈക്യാട്രിസ്റ്റ് ആൻഡ് താന്ത്രിക് സ്കോളർ. ആരാ? എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഇവിടുത്തെ തമ്പുരാട്ടി അമ്മയൊന്ന് കാണണം. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ. അവരകത്തില്ലേ? പൊയ്ക്കോ. ജീവൻ വേണമെങ്കിൽ എല്ലാവരും തിരിച്ചു പൊയ്ക്കോ. ഇയാൾ എന്തൊക്കെയായി പറയുന്നേ? സത്യം, അവരിവിടെ ഇല്ല. ഹലോ, അതെ, ഡോക്ടറാണ്. തമ്പുരാട്ടി കാണാൻ വരുന്നവരൊക്കെ പേടിപ്പിച്ച് ഓടിക്കുകയാണല്ലേ? നല്ല ആളെയാ വേലക്ക് നിർത്തിയിരിക്കുന്നത്. ആള് കൊള്ളാം. ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടോ. പിന്നെ ഞാനും. ഇതെങ്ങനെ ഡോർ തനിയെ തുറന്നു? ചേട്ടാ, ആരെയും കാണുന്നില്ലല്ലോ. ഹലോ ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? ദേവി, അതൊന്നും തൊടാതെ ഇങ്ങോട്ട് വാ. നേരത്തെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടല്ലോ. ഡോക്ടർ, ഡോക്ടർ, നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം തമ്പുരാട്ടി. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഫ്രണ്ട് സ്വാമിനാഥൻ, ഡോക്ടറുടെ കസിനാ. അവൻ വിളിച്ചു പറഞ്ഞതാണ്. അല്ല, ഡോക്ടർ ഇവിടെ ഇല്ലെന്ന് ആ വേലക്കാരൻ പറഞ്ഞല്ലോ. വേലക്കാരനോ? ഞാനല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. പിന്നെ വരൂ. വാ. തിരസ്കരിക്കപ്പെട്ട, അഭിമാനം നഷ്ടപ്പെട്ട 3 പേർ ഒരിടത്തും അഭയം കിട്ടാതെ അലയുകയാണല്ലേ. ഇന്നു മുതൽ നിങ്ങൾക്കിവിടെ എൻ്റെ കൂടെ താമസിക്കാം. ഞാൻ നിങ്ങളെ വെറുക്കാതിരിക്കുന്നിടത്തോളം കാലം. താങ്ക് യു ഡോക്ടർ. തമ്പുരാട്ടിക്ക് ഒരിക്കലും ഞങ്ങൾ ശല്യാവില്ല. പ്രവചനം വേണ്ട. ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ പിരിയും. ആ ബാഗിനകത്തിരിക്കുന്ന വസ്തു കുട്ടിക്ക് ആവശ്യമില്ലാത്തതാണ്. അതെന്തിനാ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതിനകത്ത് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണിത്? അത് ഞാനത് പുഴയുടെ തീരത്ത് വെച്ച് കണ്ടപ്പോ എടുത്തതാ. ഒരു ശരീരം ഒരാത്മാവിന് മാത്രമേ ചുമക്കാവൂ, അല്ലെങ്കിൽ അപകടമാണ്. തൽക്കാലം ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. ആ, ഇതാണ് നിങ്ങളുടെ മുറി. ചാക്കോയ്ക്ക് ധൈര്യമായിട്ട് പോവാം. കുട്ടികൾ ഇവിടെ സുരക്ഷിതരായിരിക്കും. താങ്ക് യു. വരൂ. അതെ, നോക്കിയേ, ഇനി ഇവിടെയും കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. കൂട്ടിട്ട് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. നിന്നോട് പ്രത്യേകിച്ച്. ഇതിന് ഞാൻ അവിടെ ശരിക്കും ഒരാളുണ്ടായിരുന്നു, സത്യമായിട്ടും. നിന്റെ ചാക്കോ ഒരു സ്റ്റുപ്പിഡാണ്. നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ നമ്മളെ കൊണ്ടുവന്നത്. ശരിയാ, ഇതിലും ഭേദം വല്ല മെന്റൽ ഹോസ്പിറ്റലും ആയിരുന്നു. പിന്നല്ല. മീനാക്ഷി, നിന്റെ ബാഗിലെ ചെപ്പ് കൂടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? അറിയും. അവരൊരു സാധാരണ സ്ത്രീയല്ല. നമ്മുടെ സ്കെയിൽ വെച്ച് അവരെ അളക്കണ്ട. തുടങ്ങിയല്ലോ മീനാക്ഷിയമ്മയുടെ ഫിലോസഫി ക്ലാസ്സസ്. അതെല്ലാം വെറും കോയിൻസിഡൻസ് അല്ലേ മീനാക്ഷി? നോ, പുറത്തു നിന്നിരുന്ന ആ മനുഷ്യൻ കോയിൻസിഡൻസ് ആയിരുന്നോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. എനിക്കിവിടെ എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നു. ആ തമ്പുരാട്ടിക്ക് എന്തൊക്കെയോ പവർ ഉണ്ട്. ഈശ്വര, എനിക്ക് പേടിയാവുന്നു. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയം. പാചകം ഇഷ്ടമാണെങ്കിൽ അടുക്കള കയറി വേണ്ടതൊക്കെ കുക്ക് ചെയ്യാം. ഈ വീട്ടിൽ ഇതിനപ്പുറം ഒരിടത്തും സഞ്ചരിക്കരുത്. ബി കെയർഫുൾ. ഈശ്വര, എനിക്ക് ഇനിയും പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കേ.
ആരാ ദേവി? ഓ ഇതാ ലക്ഷ്മിയാ. ന്യൂസ് അറിയാൻ വേണ്ടിട്ടായിരിക്കും. ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് ടു ഹർ. അതെ, കിടക്കല്ലേ? ഞാനും മീനു, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ വായിക്കാൻ പോവാ. ഡാ, കിടക്കുന്നില്ല? ഇല്ല. ഓക്കേ. എന്താ അത്? മീനു എവിടെ? കാണുന്നില്ലല്ലോ. വാ നോക്കാം. മീനു, മീനു, മീനു. മീനു, എന്താ മീനു? എന്ത് പറ്റി? ഇതെന്താ? അത് ഓജോ ബോർഡാ. ഓജോ ബോർഡോ?
ആ ഞാൻ കേട്ടിട്ടുണ്ട്. മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓബ്ജക്റ്റ്. എനിക്കിതൊന്നും മനസ്സിലാവില്ല, മനസ്സിലാക്കുകയും വേണ്ട. ആ തമ്പുരാട്ടി പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും കിടക്കരുതെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? വേഗം പോയി മുറിന്ന് വാരങ്ങ്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഒരു സാധനം. സാധാരണ പെൺകുട്ടികളല്ലവര്. ദേ ആർ ബ്ലഡി ക്രിമിനൽസ്. ഫാദർ പ്ലീസ്. ചാർലീസ് ഏഞ്ചൽസ് എന്നാണ് അവരുടെ ആംബുലൻസ് വിളിക്കുന്നത്. പോലീസുകാർ അവരെ വെറുതെ വിട്ടാലും ഈ പട്ടത്താഴത്തിലച്ഛൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഹോസ്റ്റലിൽ നിന്ന് മാത്രമല്ല, ഈ കോളേജിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കും. ഈശോയാണ് സത്യം. ഫാദർ പ്ലീസ്, ജീസസിന് വിചാരിച്ച് ഇത്തവണത്തേക്ക് മാത്രം. കർത്താവിന് ശേഷം ശത്രുക്കളെ സ്നേഹിക്കുന്ന ആളെന്ന ബഹുമതി എനിക്ക് വേണ്ട. നോ, അവരുടെ ഇവിടുത്തെ സ്റ്റഡീസ് ഇതോടെ തീർന്നു. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. തനിക്ക് പോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ സ്തുതി ഇപ്പൊ എനിക്ക് വേണ്ടച്ചോ. ഇന്ന് വെള്ളിയാഴ്ചയാണോ? യെസ്. സോ വാട്ട്? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്ത് കാണുന്നുണ്ടോന്ന്? തമ്പുരാട്ടിയെ. മീനാക്ഷി, സ്വന്തം ശരീരത്തിൽ നിന്നും ആത്മാവിനെ വിഘടിപ്പിക്കാൻ വരെ കഴിവുണ്ട് ഈ തമ്പുരാട്ടിക്ക്. പിന്നെ മറ്റൊരാത്മാവിനെ വിളിച്ചു വരുത്താനാണോ അവർക്ക് പാട്? 6-ാം ഇന്ദ്രിയത്തെ വരെ കീഴടക്കി കാണും അവര്. എനിക്കപ്പോഴേ സംശയമുണ്ടായിരുന്നു. എന്ത് സംശയം? അടുത്തു വരുമ്പോ പാലപ്പൂവിന്റെ മണം, കണ്ണുകൾ നീല ശംഖുപുഷ്പങ്ങൾ, കറുത്ത പട്ടുചേല. മീനാക്ഷി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു തമ്പുരാട്ടി, ഒരു ഓജോ ബോർഡും. ദൈവമേ, ആ ചാക്കോച്ചി ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. നീ പേടിക്കണ്ട, യക്ഷികൾ ഒരിക്കലും യക്ഷികളെ പിടിക്കില്ല. എന്താ ദേവി? മീനു, ഒന്ന് വേഗം വാ, ഒരു കാര്യം കാണിച്ചു തരാം. എന്താ? തമ്പുരാട്ടി മുകളിലത്തെ മുറിയിലെ യക്ഷികളോട് സംസാരിക്കുന്നു. ഒന്ന് വേഗം വാ. അങ്ങോട്ടൊന്ന് പോണ്ടേ മീനു? മീനു നിൽക്കും. മീനു, ആ തമ്പുരാട്ടി പറഞ്ഞൊക്കെ മറന്നോ നീ? ഇവിടെ കാണേണ്ടതേ കാണാവൂന്ന്. കാണേണ്ടതൊക്കെ കാണാൻ, അറിയേണ്ടതൊക്കെ അറിയണം. നീ വരുന്നില്ല. മീനു, ഓം നമഃ ശിവായ. ഈ ഓജോ ബോർഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് നളിനിയുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്റെ ചോദ്യം നളിനിയുടെ ഭർത്താവിന്റെ മരണം ആത്മഹത്യയായിരുന്നു എന്നാണ്. അല്ല, കമ്പനി ആവശ്യത്തിന് പോയ ആള് ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച് മരിച്ചു എന്ന് എല്ലാരും പറയണേ. സ്വയം വിഷം കഴിച്ച് മരിച്ചതല്ലെങ്കിൽ പിന്നെ ആരാ വിഷം തന്നത്? പറയൂ, നളിനിക്കത് അറിയണം. കൂട്ടുകാരനോ അതോ സ്വന്തം കുടുംബത്തിലുള്ളവരോ? പറയൂ. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഇതറിയില്ല. ഇല്ല, ഇപ്പോഴാ രഹസ്യം നമ്മളോട് പറയാൻ ആത്മാവിന് ഇഷ്ടമല്ല. കാരണം അന്യരുടെ സാന്നിധ്യം ആത്മാവ് അറിയുന്നു. ഏയ്, ചായ ചായ ചായ. ചായ റെഡി, ചായ റെഡി. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ആരെയും കാണാതെ ഇങ്ങനെ. ഒരു ഐഡിയ. നമുക്ക് ഈ തമ്പുരാട്ടിയുടെ റൂമിൽ പോയിരുന്ന് ഓജോ കളിച്ചാലോ? ഓക്കെ, ഓജോ എങ്കിൽ ഓജോ. ഈ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അവിടെ രണ്ടിടത്ത് എന്റെ കസിൻസ് ഉണ്ട് കേട്ടോ. അരൂപിയായ ആത്മാവിനെ നമുക്ക് വിളിച്ചു വരുത്താൻ ശ്രമിക്കാം. നമ്മുടെ വിളി കേട്ട് അവര് വന്ന അവരോട് നമുക്ക് നമ്മുടെ ഭാവി ചോദിക്കാല്ലേ? ബെസ്റ്റ്. നിന്റെ ഭാവി അറിയാൻ ആത്മാവിനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാലോ, പാഴായിപ്പോയി മോളെ, പാഴായിപ്പോയി. അവളെ പുകഴ്ത്തല്ലേ മീനാക്ഷി? ഈ ഓജോ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ആത്മാവിനെ ആവാഹിച്ചു കഴിഞ്ഞാൽ കോയിൻ അനങ്ങാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ചോദ്യത്തിന് ശബ്ദരൂപത്തിലല്ല ആത്മാവ് മറുപടി നൽകുക. പിന്നെ അപ്പൊ ഈ പ്രേതങ്ങൾ സംസാരിക്കുന്നതോ?
ഈ ഹൊറർ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ വെള്ള സാരിയൊക്കെ കൊടുത്ത് പുതുമഴയായി മിണ്ടാതിരിക്കെ. ബോർഡിലുള്ള കളത്തിലെ ഓരോ അക്ഷരത്തിലേക്കും കോയിൻ അനങ്ങും. ഈ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാ ആത്മാവ് പറഞ്ഞ് മറുപടിയായി. മനസ്സിലായോ? മനസ്സിലായി എന്റെ ടീച്ചറേ. വെരി ഗുഡ്. മനസ്സിലായി. എന്നെ കൂടി വാ, അത് നടക്കടി. വാ. തമ്പുരാട്ടി ഇല്ലാത്ത നേരത്തെ ഇതൊക്കെ സാധിക്കുള്ളൂ. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? ലക്ഷ്യോ പ്രേതോ മറ്റോ വരുമോ? ആലത്തൂർ നമ്പിമാരുടെ തറവാട്ടിൽ ജനിച്ചവളാ ഞാൻ. അഷ്ടദിക് പാലകന്മാരെ ആവാഹിച്ചിരുത്തിയ മുത്തശ്ശിയുടെ ധൈര്യം എനിക്ക്. വായിരിക്കും. മീനാക്ഷി, നമുക്ക് ഈ കളി വേണ്ട മീനാക്ഷി. നിനക്ക് എന്തറിയാം? ഇത് പുതിയ കളിയൊന്നും അല്ല. പണ്ട് തറവാട്ടിൽ എന്റെ മുത്തശ്ശി ഈ ചായക്കോപ്പിയൊക്കെ വെച്ച് കളിക്കാറുള്ള പ്ലാഞ്ചറ്റ് ഇതൊക്കെ ഒന്ന് തന്നെയാ. എവിടെയോ ജനിച്ച് എവിടെയോ മരിച്ച ഒരു ആത്മാവ് അപരിചിതമായ ഒരു വിരൽ തുമ്പിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസാ. ഇതാ, ഇനി ഒരു ആത്മാവിന്റെ മനസ്സിൽ വിചാരിച്ച് ഈ കോയിനൊന്ന് അവിടെ വെച്ച്. ഞാനോ? എനിക്ക് പേടിയാ. നിനക്ക് വലിയ ധൈര്യല്ലേ? നീ വെക്ക്. വേണ്ട, എനിക്ക് ഒരാത്മാവിനോട് സംസാരിക്കാനില്ല. വേണ്ട മീനാക്ഷി, നമുക്ക് പോവാം. ഇതൊക്കെ ഒടുവിൽ വലിയ പ്രശ്നമാവും. ഇനി ഞാൻ പറയുന്നത് രണ്ടാളും ഏറ്റു പറയണം. ഓക്കെ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നമ്മൾ ഒറ്റക്കെട്ടല്ലേ? അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഒരുമിച്ച് നേരിടണം. അങ്ങനെയല്ലേ? പറയടാ പ്ലീസ്. മീനാക്ഷി, നമുക്ക് ഈ കളി വേണ്ട മീനാക്ഷി. നിനക്ക് എന്തറിയാം? ഇത് പുതിയ കളിയൊന്നും അല്ല. പണ്ട് തറവാട്ടിൽ എന്റെ മുത്തശ്ശി ഈ ചായക്കോപ്പിയൊക്കെ വെച്ച് കളിക്കാറുള്ള പ്ലാഞ്ചറ്റ് ഇതൊക്കെ ഒന്ന് തന്നെയാ. എവിടെയോ ജനിച്ച് എവിടെയോ മരിച്ച ഒരു ആത്മാവ് അപരിചിതമായ ഒരു വിരൽ തുമ്പിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസാ. ഇതാ, ഇനി ഒരു ആത്മാവിന്റെ മനസ്സിൽ വിചാരിച്ച് ഈ കോയിനൊന്ന് അവിടെ വെച്ച്. ഞാനോ? എനിക്ക് പേടിയാ. നിനക്ക് വലിയ ധൈര്യല്ലേ? നീ വെക്ക്. വേണ്ട, എനിക്ക് ഒരാത്മാവിനോട് സംസാരിക്കാനില്ല. വേണ്ട മീനാക്ഷി, നമുക്ക് പോവാം. ഇതൊക്കെ ഒടുവിൽ വലിയ പ്രശ്നമാവും. ഇനി ഞാൻ പറയുന്നത് രണ്ടാളും ഏറ്റു പറയണം. ഓക്കെ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നമ്മൾ ഒറ്റക്കെട്ടല്ലേ? അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഒരുമിച്ച് നേരിടണം. അങ്ങനെയല്ലേ? പറയടാ പ്ലീസ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഈ ക്യാൻഡിൽ കെട്ടു. ബുദ്ധൂസേ, ഇത് പ്രേതല്ല, കാറ്റാ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇതൊക്കെ ഫ്രോഡ് നമ്പറുകളാ, ആളുകളെ പറ്റിക്കാൻ. അല്ല, ഏതോ ഒരു ആത്മാവ് വരാൻ ഒരുങ്ങിയതാ. എനിക്ക് ഫീൽ ചെയ്യുന്നു. ഏയ്, ഇത് move ചെയ്യുന്നു. നോക്കടാ.
തൊടാൻ പോയേ? എല്ലാ ത്രില്ലും കളഞ്ഞു രണ്ടാളും കൂടി. ഒരു പാവ ആത്മാവാണെന്ന് തോന്നുന്നു വന്നത്. ഒന്ന് ചോദിക്കാൻ പോലും പറ്റിയില്ല ആരാന്ന്. ആണാണോ പെണ്ണാണോ, എവിടെയാ നാട്, എങ്ങനെയാ മരിച്ചത് ഒക്കെ ചോദിക്കായിരുന്നില്ലേ? എങ്ങനാ രണ്ടാളും കൂടി നശിപ്പിച്ചില്ലേ? അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചോടിയേ? ഗുഡ് സ്പിരിറ്റ് ഒരിക്കലും ഉപദ്രവിക്കില്ല. ഇല്ല, പിടിച്ച് കിസ് ചെയ്യും. വന്നതൊരു പൂവാലന്റെ ആത്മാവല്ലേ? 3 പെൺകുട്ടികളെ വിളിച്ചപ്പോ ഓടി വന്നിരിക്കാം. എന്റെ മീനാക്ഷി, കുറച്ചു കാലം കൂടി എനിക്ക് ഈ ഭൂമി ജീവിച്ചാ കൊള്ളാവുന്നുണ്ട്. ഇതെന്താ വീടോ അതോ യക്ഷിയമ്പലോ? മീനാക്ഷി, എനിക്ക് പേടിയാവുന്നു. എന്താ ഈ പറയുന്നത്? കാളി ഗായത്രി യക്ഷി അടുത്ത് വരില്ല. ആരോട് ചോദിച്ചിട്ടാ മുറി കയറിയത്? വെറുതെ ഇരിക്കുമ്പോ കളിക്കാനുള്ള ലോജോ ബോർഡ്. സോറി. അപകടം എവിടെ ഇരിക്കുന്നുവോ അവിടെ തല കൊണ്ടില്ലെന്ന പ്രായമാണ്. എനിക്കത് മനസ്സിലാവും. പക്ഷേ അവിടെ കണ്ടതെല്ലാം മറന്നേക്കൂ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. തമ്പുരാട്ടി, എനിക്കും സിമിക്കും ഒന്ന് പുറത്തു പോണായിരുന്നു. ആരാ? ആരാത്? പേടിച്ചു പോയല്ലോ. എന്താ കിതക്കുന്നേ? അവൻ ഞങ്ങളെ കണ്ടു. ആര്? ആ റാസ്കൽ ജിത്തുരാജ്. അവൻ ഞങ്ങളെ കുറെ ഫോളോ ചെയ്തു. ഈ വീട് അവൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഈ സിറ്റി വിട്ട് പോയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഇനി സൂക്ഷിക്കണം. നീ ചാക്കോയെ വിളിക്കേ. ഇതത്ര സീരിയസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പേടിക്കാതിരിക്കേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. പോരെ? എത്ര നാളായിടാ കണ്ടിട്ട്. എടാ, നീ എന്നെ മറന്നില്ലപ്പോ. നീ മാത്രമായിരുന്നു കോളേജിൽ എന്നെ ബീവിന്ന് വിളിച്ചിരുന്നത്, ഈ വിനോദ് വർഗീസിനെ. മതി പഠിത്തൊന്നും പറഞ്ഞ് ഇറങ്ങി പോയിട്ട്. ഇപ്പൊ എന്താ നിന്റെ പരിപാടി? എന്ത് പരിപാടിയടാ? വീട്ടുകാരുടെ സ്വത്തൊക്കെ ഇങ്ങനെ തിന്ന് ഒഴിച്ച് നടക്കുന്നു. അതുകൂടാതെ ചെറിയ ഫൈനാൻസ്, ചില നമ്പർ 2 ബിസിനസ്, പിന്നെ അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെറിയ ലോ ആൻഡ് ഓർഡർ ലംഘനം. പറയടാ, പിന്നെ എന്തുണ്ട് സമാചാരം? അളിയാ, നിന്നെ ഞാൻ കണ്ടത് കറക്റ്റ് ടൈമില്ല. എന്താടാ പ്രോബ്ലം? അല്ല ഉണ്ടോ? എന്റെ വുഡ് ബി പഠിക്കുന്ന ഇവിടുത്തെ കോളേജിൽ
അവളുടെ പിന്നാലെ ജിത്തുലാൽ എന്നു പേരിൽ ഒരു കൊച്ചു വായി നോക്കി. അവനെ നമുക്കൊന്ന് കാണണം. ജിത്തുലാലോ? അതാരതാ ഈ കക്ഷി? വാ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടാരം. വാ. ഇതോ? ആ ഹലോ ഏഞ്ചൽസ്. ഹായ്. വിനോദ്, ഇതാണ് നമ്മുടെ 3 റോസസ്. സിമി മീനാക്ഷി ദേവി, ഒറ്റ തലയും 2 വാലും, ഒരു അപൂർവ സിദ്ധിയാവണേ. ഹലോ. ഹലോ. ചാക്കോ വന്നൊരു ആവശ്യം പറഞ്ഞ എങ്ങനാ പറ്റില്ല എന്ന് പറയാ? ഇന്നു മുതൽ എന്റെ പിള്ളേരുണ്ടാവും ഈ വീടിന് ചുറ്റും. പിന്നെ ഇതിനകത്ത് കിടക്കണമെങ്കിൽ അവർ സമ്മതിക്കണം. അതുപോലെ ആരാ പുതിയ അതിഥി? തമ്പുരാട്ടി, ഇതെന്റെ സുഹൃത്താണ് വിനോദ്. ഇറങ്ങടോ. ഞാൻ അറിയാതെ ആരും ഈ വീട്ടിൽ പ്രവേശിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. തമ്പുരാട്ടി, ഇവൻ. എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. തമ്പുരാട്ടി. എന്താടാ ഞാൻ വന്നത് പ്രശ്നമായോ? തമ്പുരാട്ടി ഒരു പ്രത്യേക ടൈപ്പാ. ഇപ്പൊ നമുക്ക് പോവാം. പോയേക്കാം അല്ലേ? പോട്ടെ, പോയിട്ട് വരാം. സോറിടാ. മീനു, കുഴപ്പമില്ല. അവരെന്താ? തമ്പുരാട്ടി ഭയങ്കര ദേഷ്യത്തില. അതിനെ നീ ചെന്നൊന്ന് തണുപ്പിക്കേ. ഒന്ന് പോയി നോക്ക്. തമ്പുരാട്ടി, തമ്പുരാട്ടി. മീനു. മീനാക്ഷി. മീനാക്ഷി. മീനാക്ഷി, മീനു, നിനക്ക് എന്താ പറ്റിയത്? അവിടെ പൂച്ചക്കണ്ണുള്ളൊരു പെണ്ണ് എന്നെ തുറച്ചു നോക്കി. പെണ്ണോ? നമ്മളല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലെന്നല്ലേ അവര് പറഞ്ഞത് മീനാക്ഷി? ഇനി ചിലപ്പോ അന്ന് കണ്ട വേലക്കാരന്റെ ഗോസ്റ്റേ ഭാര്യയുമായിട്ട് വന്നതായിരിക്കും. ദേവി, നിനക്കൊക്കെ തമാശ കേട്ടോ. മീനാക്ഷി, ഈ വീട് പ്രേതാലയോ മീനാക്ഷി? എനിക്കിപ്പോ തോന്നുന്നു ആ തമ്പുരാട്ടിയും. മൂന്നുപേരും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. എനിക്ക് ഇഷ്ടമുള്ള കാലം വരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്? മതിയെ എനിക്ക്. ഞാൻ കാണുന്നു വരാൻ പോകുന്ന അനർത്ഥങ്ങളുടെ സൂചന. ആദ്യമായി എന്റെ രാശിപ്പലയിലെ കബഡികൾക്ക് കണക്ക് തെറ്റി. ഓജോ ബോർഡിന് തീ പിടിച്ചു. നിങ്ങളോടൊപ്പം ഏതോ ഒരു ദുരാത്മാവ് കടന്നുകൂടിയിട്ടുണ്ടൂടെ. മതി താമസിച്ചത്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. തമ്പുരാട്ടി, ഈ രാത്രി ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? അതൊന്നും എനിക്കറിയണ്ട. നാളെ നേരം എടുത്തിട്ട് ചാക്കോ വന്നിട്ട് പോയാ പോരെ? ഇനി ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കണ്ട. നിന്നാൽ എനിക്ക് എന്റെ ജീവൻ കൂടി നഷ്ടപ്പെടും. വാടാ, നമുക്ക് ഇറങ്ങാം. ഇങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നോന്നല്ലോ. ഓ, ഒരു ത്രിപുര സുന്ദരി, അവരുടെ ബംഗ്ലാവും കണ്ടാലും മതി. സന്തോഷായി അമ്മച്ചി, സന്തോഷം. നിങ്ങൾക്ക് പ്രേതങ്ങളും ഈനാമ്പിച്ചായിട്ടില്ലേ കൂട്ട്. നിങ്ങൾ ഇങ്ങനെ പെരുമാറൂ. ചെല്ലേ, അമ്മച്ചി പോയി ഓജോ ബോർഡിന് മുന്നിൽ ആത്മാക്കളാവായിച്ചിരുന്നു. 3 പെൺകുട്ടികളെ പാതിരാത്രിക്ക് ഇറക്കി വിട്ടിരിക്കല്ലേ? നാളെ ചിലപ്പോ ഞങ്ങൾ തന്നെ വന്നിരിക്കും പ്രേതങ്ങളായിട്ട്. നോക്കിക്കോ.
മീനാക്ഷി, ചാക്കോയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മീനാക്ഷി. ആരും വേണ്ട, നമുക്ക് നമ്മൾ മാത്രം മതി. വടപ്പോ. അമ്മച്ചി ബൈ, ഗുഡ് നൈറ്റ്. ഇവരിങ്ങനെ പേടിച്ചാലോ? ഭായി ഞാനുണ്ട്, ആദ്യം എന്നെ വിശ്വസിക്കും. എടാ, വിശ്വാസക്കേടിന്റെ പ്രശ്നം അല്ലിത്. പിന്നെ ഇവരെവിടെ ചെന്നാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ജിത്തുലാലിനെ മാത്രം പേടിച്ചിട്ടല്ല ഞാനിത് പറയുന്നത്. ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി, വീട്ടിലും ഇപ്പം ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാം ഒന്ന് ആറി തണുക്കുന്നത് വരെ ഇവരിവിടെ നിന്ന് മാറി നിൽക്കട്ടെ. നമുക്ക് ഉടനെ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. പോണോ? പോകാം, പക്ഷെ ഒളിച്ചോട്ടല്ല, ഒരു പ്ലഷർ ട്രിപ്പ്. എന്താടാ? ഓക്കെ ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എവിടേക്കാ? നെല്ലിയാമ്പതി. എന്റെ ഫ്രണ്ടിന് അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ചുറ്റും കാടാ. ഹണ്ടിങ്ങും സ്വിമ്മിങ്ങും ട്രെക്കിങ്ങും ഒക്കെ ആയിട്ട് ഒരാഴ്ചത്തെ ഒരു അടിച്ചുപൊളി. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ എന്റെ കാറിൽ പോവാം. ഏയ്, കാറും ട്രെയിനൊന്നും വേണ്ട, നോ ലക്ഷറീസ്. ഓടുന്നതിന്റെ സുഖം കിട്ടണമെങ്കിലേ കാല് മണ്ണി തൊടണം. 3 റോസിന് ഒബ്ജക്ഷൻ വല്ലതും ഉണ്ടോ? നോ ഒബ്ജക്ഷൻ, വി ആർ റെഡി. ശരി, എങ്കിൽ ഇന്ന് തന്നെ പുറപ്പെട്ടുള്ളേ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ മല കയറുന്നു. ഓക്കെ? ഓക്കെ, ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം. വാ. Come on. കുഴപ്പം വല്ലതും ഉണ്ടാവും? എന്ത് കുഴപ്പം? നീ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എടാ മോനെ ജിത്തു, കിട്ടിയടാ നമ്മളെ A1 3 റോസസ്. നീ കാട്ടിലേക്ക് വരാൻ റെഡി ആയിക്കോ. ശരി, ഓക്കെ, ഞാൻ എത്തിക്കൊള്ളടാ. ഓക്കെ. വണ്ടി ഒരു ജീപ്പിലിടിച്ചു. അയ്യോ, ആ ജീപ്പിന്റെ ഒരു പൊടി പോലും കിട്ടില്ല. അയ്യോ, ഇനിയിപ്പോ ഉടനെ ഒന്നും വണ്ടി നീങ്ങും തോന്നുന്നില്ല. ഇരുട്ടിയാപ്പനെ മല കയറാൻ പാടാ. നിങ്ങൾ പറഞ്ഞു എന്റെ ബാഗ് കൂടി എടുത്തോണേ. വഴി ഉണ്ടാക്കാം, നീ വാ. നമ്മൾ എന്തിനിപ്പോ അവിടുന്ന് ഓടിപ്പോന്നെ? ഭയങ്കര ബോറായി പോയി. മനുഷ്യരായി കുറച്ച് ദയൊക്കെ വേണം. ആ, റോഡാവുമ്പോ ആക്സിഡന്റ് ഉണ്ടായെന്ന് ആളുകൾ മരിച്ചു നോക്കിയിരിക്കും. അവിടെ പട്ടാളവും പോലീസും ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാവില്ലേ? എത്ര പേരവിടെ മരിച്ചിട്ടുണ്ടാവുമോ എന്തോ. എന്തു വലിയ കൊക്കയായിരുന്നു അത്. മരിച്ചവര് മരിച്ചു, അവിടെ നമ്മൾ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ആ, അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ അവിടെ എത്തുന്നുള്ള കാര്യം ആലോചിക്കാം. ആ, നമുക്ക് നടക്കാന്നേ. വല്ല കാളവണ്ടിയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. കടവുളെ മാറ്റിയാച്ചാ. കാട്ടിലെ എല്ലാ വഴിയും തിരിയുന്ന നീയല്ലേ കാലത്തെ പറഞ്ഞത്? ആമച്ചാമി, അത് കാലയില് ഇപ്പൊ എല്ലാமே മറന്നു പോச்சு. இந்த வழியை போனா எங்க போய் சேரும்? அதுதான் நானும் யோசிக்கிறது. இந்த இடம் ஏது? நம்ம கல்யாணி ஒப்பாவும் வந்தாச்சு. மூப்பனா? ஆமா, வாமுப்பா. வணக்கம் மூப்பா. வணக்கம் தம்பி, வணக்கம். கடவுள் காப்பாத்தட்டும். மூப்பா, இது ரொம்ப பெரிய ஆளு. ஓஹோ, படம் பிடிக்கிற சாமி. அப்படியா? இவங்க கிட்ட ஏன் காதல் விஷயம் சொல்ல வேண்டாம். മൂപ്പാ, ഓ, ഞങ്ങളെ ഈ കുറിഞ്ചിക്കിളിയെ തേടി വന്നു. തെരിയും. എനക്കല്ല, ഇവക്ക്. എന്റെ മോൾ അറിയാത്ത ഒരു കിളിയും ഇന്ന കാട്ടിലില്ല. അവരുടെ ഭാഷ കൂടെ ഇവക്ക് തെരിയും. അതെനിക്ക് ഇന്നലെ മനസ്സിലായി. കല്യാണം നമുക്ക് വേണേ നമ്മളെ ഗൈഡായിട്ട് എടുക്കാം. അത് നടക്കാது. சும்மா இருடா பயலே. இவரு நம்ம ஊர்ல விருந்துகாரு. தம்பி கேட்ட எல்லா உதவியும் செய்ய வேணும். சாமி, சாமி, என்ன சாயா? என்ன சாமி பாக்குது? என் கல்யாணி பாரு சாமி, என்ன அழகு.
എന്നാണ് കരയുന്നത്? എടാ നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല നിന്റെ ഫോട്ടോയാ. 15 വർഷத்துக்கு മുന്നാടി ഇറந்து പോണ എന്റെ അപ്പാവുടെ ഫോട്ടോ എപ്പടി കളിച്ച ജാമിയെ. എടാ കാട്ടുമാക്കാനെ ഇത് നിന്റെ ഫോട്ടോയാ, നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല. അല്ല ജാമിയെ, ഈ സത്തുപോയ എന്റെ അപ്പനായ ഉമ്മ. നിന്റെ അപ്പൻ എപ്പോഴാ ഇറന്നു പോയത്? എനിക്ക് ചിന്ന വയസ്സിലെ ആസ്മ വന്നത്. വൈദ്യുതി വന്ന് ഉള്ളിപ്പുലി നഖം അരത്ത് സാപ്പിട്ട ദീനം ഭേദാകം சொல்லி அப்ப அதுக்கு காட்டுக்கு போனேன். 5 நாளுக்கு அப்புறம் ഉള്ളിപ്പുലി നഖോ? அல்ல, எங்க அப்பாவோட நகம் ബാക്കി എല്ലാവരെ പുലി സാപ്പിട്ട്. അപ്പാ കാട്ടുമാക്കാനെ ഇത് നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല നിന്റെ ഫോട്ടോയാണ്. ഇതപ്പാ നിന്റെ സംശയം ഞാൻ തീർത്തരാം. അപ്പാ അപ്പാ നോക്കടാ. അപ്പാവിടെ വേറെ പണം ആരിസാമിയെ അപ്പ കരയണപ്പാ. കരയാതപ്പാ, കരയാതപ്പാ. അപ്പാ എടാ ഇത് നിന്റെ രൂപം തന്നെയാണ്, നിന്റെ അപ്പനല്ല. നീ തന്നെയാണ് ഇത്. அப்பாவோட கூட சாமி. உங்களுக்கு அப்பாவோட நண்பனா? உங்களுக்கு அப்பாவை தெரியுமா? ஐயோ. அப்பா கரையாதப்பா, கரையாதப்பா. മല്ലേശ്വരനോടിലെ കല്യാണിയും എൻ്റെ സ്നേഹം ഒന്നാണെന്ന് ഞാൻ കരുതി. അതെൻ്റെ മനസ്സിൻ്റെ ആവശ്യം. നോക്കിക്കോ, സ്നേഹ എന്തായാലും ഏട്ടൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ക്ലോസ് യുവർ ഐസ്. എന്താ? കണ്ണൊന്ന് അടയ്ക്കേ. കണ്ണടയ്ക്കാനോ? എന്ത് മാജിക് കാണിക്കാനാ? കണ്ണൊന്ന് അടച്ചാൽ കാടെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ശരി. വലിയൊരു പാമ്പന്റെ തോളത്തൂടെ കഴിഞ്ഞു വന്നു. ഒന്നുമില്ല, എന്നിട്ട് നിന്നെ അതുപോലെ ചെയ്തോ? അയാളടുത്ത് ദൂരെ കളഞ്ഞു. നിനക്ക് എന്താ അയാളോട് ഇത്രമാത്രം സംസാരിക്കാൻ? ഞാൻ സംസാരിച്ചില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ. എന്താ കേട്ടത്? അയാളുടെ ആത്മകഥ. പാലപ്പൂവിന്റെ മണം വരുന്നു. ഇനിയിപ്പോ ഗന്ധർവന്മാർ ഇറങ്ങാൻ തുടങ്ങും. ഗന്ധർവയാമായി പോയിക്കാൻ തുടങ്ങിക്കോ. വട്ടാന്നാ തോന്നുന്നു. എടോ, അരമണിക്കൂർ ഞാനും മയങ്ങ. അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ശരിയാവും. അല്ല, ഇതെന്ത് ഉറക്കളപ്പ് സമരം? എന്തിനു വിറക്? അതൊക്കെ കത്തിക്കാനാ? കത്തിക്കാനും പത്തിക്കാനും ഒന്നുമില്ല, തീ കായാനാ. ഇന്ന് എനിക്ക് ഉറക്കമില്ല. ഞങ്ങൾക്കും ഇനി ഉറക്കമില്ല. ഉറങ്ങുന്നില്ലെങ്കിൽ വേണ്ട. മല്ലീശ്വരം മുടിന്ന് മടങ്ങി പോന്നപ്പോ കല്യാണിക്ക് വിഷമായി കാണൂലേ? അത് ശരി. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞാൽ നോട്ടീസ് അടിച്ചല്ലേ? ആരും മടങ്ങിപ്പോയിന്നാ? ആരും എങ്ങോട്ടും പോയില്ല, പോകാൻ വിട്ടില്ല ദൈവം തമ്പുരാൻ. കല്യാണിക്ക് വിഷമായി എന്നുള്ള സത്യ. പക്ഷെ ഞാൻ പോയതുകൊണ്ടല്ല, അവിടെ അപ്പനാ പോയത്. എങ്ങോട്ട് പോയി? ഒടുക്ക എല്ലാരും പോകുന്നിടത്തേക്ക് തന്നെ പോയി. തട്ടിപ്പോയി. അങ്ങനെ അവളുടെ കുടിൽ അവൾ ഒറ്റയ്ക്കായി. അവളെ നോക്കാൻ ആരുമില്ല. തികച്ചൊരു അനാഥക്കുട്ടി. കാട്ടിലായാലും നാട്ടിലായാലും പെണ്ണൊറ്റയ്ക്കായ പ്രശ്നമാണ്.
എന്ത് പറ്റിയില്ലേ നീ? വല്ല കുറുക്കനെ പുലിയോ മറ്റേ കണ്ട് പേടിച്ചോ? ഓ ഇവനാണ്. அப்ப இல்லாதோண்டு எப்பவும் வந்து தொல்லை பண்ணிட்டே இருக்கு. ഇനിയിപ്പോ ഞാൻ എന്താ വേണ്ടത്? വീട്ടിൽ കൊണ്ടാക്കട്ടെ? വേണ്ട, அந்த ആൾ ഇനി വരും. എന്നാ പിന്നെ ഇന്ന് ഞങ്ങളോട് ടെന്റിൽ താമസിക്കുന്നോ? ടേക്ക് കല്യാണി, കല്യാണി, ഇവിടെ വാടി മാനം കേട്ടോളെ. നീങ്ങളാ പുലിപ്പടം പിടിക്കാൻ വന്ന ആള്? അതെ. നിങ്ങൾ ഈ കാടിന്റെ നിയമം തെറ്റിച്ച് കല്യാണി ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക. ഇറക്കിവിട്. ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. എനിക്ക് നിയമവശമായിട്ട് അറിയാനും വയ്യ. കാട്ടിലായാലും ശരി നാട്ടിലായാലും ശരി ഞാൻ ഒരു നിയമം ലംഘിക്കാറില്ല. കല്യാണി, ഇതാ വരുന്നു. ചോദിക്ക. ഇനി ഇവൾക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. സമ്മതം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്റെ പൊന്നൻ ചൊന്നത് ഉണ്മയാ. പൊന്നെ ഇങ്ങ് പിടിച്ചു വെച്ചിരിക്കാ. ഇല്ല. എടി, നിന്റെ പൊണ്ണനാ പറയുന്നത്. നീ വാ എന്റെ കൂടെ. നീ എന്റെ കാരുമല്ല, ദ്രോഹി. മുപ്പ എന്നെ പിടിച്ചിട്ട് പോകാതെ മുപ്പ. എന്നെ ഇവൻ കൂടെ വിടാതെ മുപ്പ. കല്യാണി ഇങ്ങനെ വിടാതെ സ്വാമിയെ. എന്താ കരടി അവളെ കൊല്ലും. ഞാനും കാട് കുറെ കണ്ടതാ.